നോക്കാം ഈ നിമിഷത്തെ പ്രധാന വാർത്ത. താമരശ്ശേരിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ മുഹമ്മദ് ഷാഫിയുടെ പുതിയ വീഡിയോ പുറത്ത്. വീഡിയോ സന്ദേശം അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുമാണ്. സ്വർണ്ണ കവർച്ചയുടെ സൂത്രധാരൻ തന്റെ സഹോദരൻ നൌഫലാണെന്ന് ഷാഫി താനും സഹോദരനും ചേർന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. തന്നെ കൊണ്ട് എല്ലാം ചെയ്യിച്ചത് നൌഫൽ എന്നും ഷാഫിയുടെ ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും റിയാസ് KMR ചേരുന്നു. റിയാസ്, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? തട്ടിക്കൊണ്ടുപോകലിന് ഇരയാക്കപ്പെട്ട ശേഷം തുടർച്ചയായി രണ്ടാമത്തെ ദിവസമാണ് ഷാഫിയുടെ വീഡിയോ വീണ്ടും പുറത്തേക്ക് വരുന്നത്. ഇത്തവണ അദ്ദേഹം ഈ ഷർട്ടൊന്നും ഇടാത്ത തരത്തിലുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ളത്. ഇയാൾ ഈ പ്രവാസി വ്യവസായി ഷാഫിയുടെ അജ്ഞാത കേന്ദ്രത്തിൽ നിന്നുള്ള പുതിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമായും സഹോദരൻ നൌഫലിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. സ്വർണ്ണ കവർച്ചയുടെ സൂത്രധാരൻ തന്റെ സഹോദരൻ നൌഫലാണെന്ന് ഷാഫി ഈ വീഡിയോയിൽ പറയുന്നു. താനും സഹോദരനും ചേർന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. തന്നെ കൊണ്ട് എല്ലാം ചെയ്യിച്ചത് നൌഫലാണ്. എന്നാൽ തന്നെ തട്ടിക്കൊണ്ടുപോയതറിഞ്ഞ് നൌഫൽ തിരിഞ്ഞു നോക്കിയില്ലെന്നും ഷാഫി പറഞ്ഞു. താനിപ്പോൾ ഒരു ഇരുട്ടുമുറിയിലാണെന്നും എവിടെയാണുള്ളതെന്ന് അറിയില്ലെന്നും ഈ സന്ദേശത്തിൽ ഷാഫി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ തന്റെ സഹോദരൻ ചതിക്കുകയാണെന്ന് സംശയിക്കുന്നതായും ഷാഫി ആരോപിക്കുന്നു. അത് ഇന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയ ഒരു വീഡിയോ ആണ്. ഇന്നലെ ഈ ഷാഫിയുടേതായി നമ്മൾ പുറത്തുവിട്ട ഒരു വീഡിയോ സന്ദേശം ഉണ്ടായിരുന്നു. അതിൽ ഷാഫി വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് 325 കിലോ സ്വർണം സൗദി രാജകുടുംബത്തിന്റെ പക്കൽ നിന്നും തട്ടിക്കൊണ്ടുവന്നത് താനും സഹോദരനും കൂടിയാണ് മോഷ്ടിച്ചു കൊണ്ടുവന്നത്. അതിന്റെ തർക്കമാണ് തന്നെ ഈ ഒരു അജ്ഞാത സംഘം കൊണ്ടുവരാനുള്ള ഒരു കാരണമായി ചൂണ്ടിക്കാട്ടിയത്. അത് ഏകദേശം 80 കോടിയോളം രൂപ വില വരും എന്നാണ് ഷാഫി പറഞ്ഞത്. അത്തരം ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു വീഡിയോ വന്നിരുന്നു. ഇന്നലെ ഈ ഒരു വീഡിയോ പുറത്തു വന്ന സമയത്ത് പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ഒരു വീഡിയോ എന്നാണ് അന്വേഷണ സംഘം പറഞ്ഞത്. ഇന്നിപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. കൂടാതെ നേരത്തെ ഈ കേസിൽ ആരോപണ വിധേയനായ മുഹമ്മദ് സാലി എന്നയാൾ ദുബായിൽ നിന്നും എന്ന് പറഞ്ഞ് മറ്റൊരു വീഡിയോ കൂടി പുറത്ത് എത്തിച്ചിരുന്നു. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് 3 വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തട്ടിക്കൊണ്ടുപോകലിന് ഇരയാക്കപ്പെട്ട ഷാഫിയുടെ 2 വീഡിയോകളും ഒപ്പം തന്നെ ആരോപണ വിധേയനായിട്ടുള്ള മുഹമ്മദ് സാലി എന്നയാൾ ഒരു വീഡിയോയും പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതേസമയം ഇത്തരം വീഡിയോകൾ തുടർച്ചയായി പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ പോലും ഈ പോലീസിന്റെ അന്വേഷണ സംഘത്തിന് പ്രതി എവിടെയെന്നോ ഈ തട്ടിക്കൊണ്ടുപോകലിന് ഇരയാക്കപ്പെട്ട ഷാഫി എവിടെയെന്നോ ഒപ്പം ഇയാളെ തട്ടിക്കൊണ്ടുപോയ ആളുകൾ എവിടെയെന്നോ കണ്ടെത്താനുള്ള യാതൊരു സൂചന പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അന്വേഷണ സംഘം കർണാടക കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത്. താമരശ്ശേരിയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ മുഹമ്മദ് ഷാഫിയുടെ പുതിയ വീഡിയോ പുറത്തായിരിക്കുകയാണ്. ആ വീഡിയോ സന്ദേശങ്ങളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ആ ഒരു സംഭവം പറയുന്നത് മനസ്സിലായിട്ടുണ്ട്. നൗഫല് എന്റെ 2 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. എന്റെ പേരിലുള്ള പ്രോപ്പർട്ടി നൗഫലിന് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇതിന്റെ മുമ്പ് ഉപ്പനോട് പറഞ്ഞിരുന്നു നൗഫലിന് എന്ത് ചെയ്യണം, ഇനി ശ്രദ്ധിക്കണം. കാരണം 2 പെൺകുട്ടികളാണ് ഉള്ളത്. പെൺകുട്ടികൾ ഉള്ള ഉപ്പമാര് മരിച്ചു കഴിഞ്ഞാൽ ആ മുതല് പോവുക ശരി ബ്രദറിനാണ്. അതുകൊണ്ട് ഈ പരിപാടികൾ കംപ്ലീറ്റ് ആസൂത്രണം ചെയ്തത് നൗഫലായതുകൊണ്ട് നൗഫൽ ചിലപ്പോൾ ആരെങ്കിലും കൊന്നാലോ തട്ടിയാലോ ഈ മുതല് ഓന്റെ പേരിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ആ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കണം. ഇസ്ലാമികപരമായിട്ട് മുതല് നേരെ ബ്രദറിനാണ് പോവുക. അതിൻ്റെ ഒന്ന് മനസ്സിലാക്കിയിട്ട് കൈകാര്യങ്ങൾ ചെയ്തു വേണ്ടിയിരുന്നു. ഉപ്പ നേരത്തെ സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സുബൈലും ഒരു തവണ നൗഫലിനെ ശ്രദ്ധിക്കണമെന്ന് ഒരു സൂചന വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൂചനയായിട്ട് സുബൈൽ വന്നിട്ട് ഉപ്പ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നൗഫൽ നല്ലോണം കളിക്കും, ഒരു മനുഷ്യത്തെല്ലാത്തവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്.